ക്വാറികളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഈ വലിയ കല്ലുകൾ തടികൾ കൊണ്ട് നിർമ്മിച്ച പരന്ന സ്ലെഡ്ജറുകൾക്ക് മുകളിൽ വെച്ച ശേഷം ഒരുപാട് ആളുകൾ ചേർന്ന് കെട്ടിവലിച്ചാണ് കൊണ്ടുവരുന്നത്. ഈ യാത്ര സുഗമമാകുന്നതിനു വേണ്ടി ഒരാൾ സ്ലെഡ്ജറിൽ നിന്നുകൊണ്ട് നിലത്തെ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് അവർ കല്ലുകൾ കെട്ടിവലിച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എന്ന് അവിടെ നിന്നും ലഭിച്ച ചുമർ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആയിരക്കണക്കിന് ജോലിക്കാരുള്ളപ്പോൾ ഇതിലും വലിയ കല്ലുകൾ ഇതുപോലെ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും. ഫറവോയുടെ അടിമകളെ ഉപയോഗിച്ചാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചത് എന്നായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഗിസയിൽ നിർമ്മിച്ച ഈ പിരമിഡിന് സമീപത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് ആയിരക്കണക്കിന് നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചത് എന്നാണ്. ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും അവരുടെ മേൽനോട്ടക്കാരെയും വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ഗിസയിൽ പിരമിഡുകൾക്ക് ചുറ്റിലും തന്നെ വലിയ പട്ടണമുണ്ടാക്കി താമസിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. കൂടാതെ 2017 ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിൽ നിന്നും ഒരൽപ്പം മാറി ഖുഫുവിൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്വാറി കണ്ടെത്തിയിരുന്നു.